ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ എൻഗേജ്മെൻറ്റ് തലേന്ന് വരെയും വീടിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. മാമന് ചേട്ടന്മാരൊക്കെ തന്നെ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചേട്ടൻ കൊല്ലത്ത് വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത്. ലാസ്റ്റ് മിനിറ്റ് എൻഗേജ്മെൻറ്റ് പ്രിപ്പറേഷൻ പോലെ ചേട്ടൻ എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ KFC പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചേട്ടനെ പറഞ്ഞു വിട്ട് ഞാൻ വീട്ടിൽ വന്ന് നേരെ മെഹന്തി ഇടാനായിട്ടിരുന്നു. മെഹന്തി ഇടാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് കണ്ടുപിടിച്ചൊരു കൊച്ചിനെയാണ് ഇട്ടത്. നല്ല അടിപൊളി വർക്കായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് സ്റ്റെയിൻ എൻഗേജ്മെൻറ്റ് 1 വീക്കോളം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. മെഹന്തിയൊക്കെ ഇട്ട സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ഒരു റീൽ എടുക്കുമല്ലോ. അങ്ങനെ റീലൊക്കെ എടുത്തതിന് ശേഷം ദേവുന് മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്ത് ഞങ്ങൾ നേരെ നമ്മുടെ എൻഗേജ്മെൻറ്റ് നടക്കാൻ പോകുന്ന ഹോളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഗ്രില്ല് തുറക്കാനായിട്ട് ഞങ്ങൾ ആവുന്ന പണി നോക്കിയിട്ടും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ചേട്ടൻ തന്നെ വന്ന് ഗ്രില്ല് തുറന്നു തരേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ വന്നതാണ് ഇതാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് നടക്കാൻ പോകുന്ന ഹോള്. അങ്ങനെ എൻഗേജ്മെൻറ്റ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് തന്നെ കളിച്ചു. എൻ്റെ പൊന്നെ ഫുള്ള് മണ്ടത്തരമായിരുന്നു കളിച്ചത്. എന്തായാലും എൻഗേജ്മെൻറ്റിന് നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തലേന്നൊരു സ്റ്റേജ് കളിക്കുന്നവരെയും ഞങ്ങൾ ഫുള്ള് പൊട്ടത്തെറ്റായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഇവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആദിത്യ. ഇവൾക്ക് എൻഗേജ്മെൻറ്റ് വരാൻ പറ്റുന്ന തലേന്നേ വന്ന് വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രി ആവുന്നവരെ ഇവൻ ടീമിൻ്റെ വർക്കൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്ന് ടയേർഡായിട്ട് ഷാർജയൊക്കെ കുടിച്ച് നേരെ വീട്ടിൽ പോകുന്നു. ഞാൻ നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി ആയപ്പോഴത്തേനും ബ്യൂട്ടീഷ്യൻ പരിപാടികളിലെല്ലാം തുടങ്ങി. ഞങ്ങൾ ഓരോ പീൽ ഓഫ് മാസ്കുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എല്ലാവരും ഇട്ട് ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചുരുക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.